വരും കാലത്ത് ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ലാതെ ആപ്പിൾ മാപ്സ് ഉപയോഗിക്കാനും മെസ്സേജിംഗ് ആപ്പ് വഴി ഫോട്ടോസ് അയക്കാനും ഐഫോൺ ഉടമകൾക്ക് സാധിച്ചേക്കുമെന്ന് റിപ്പോർട്ട്. സാറ്റലൈറ്റ് കണക്ടിവിറ്റി ഫീച്ചറുകൾ ഐഫോണിലേക്ക് എത്തുന്നതിന്റെ ഭാഗമായാണ് പുതിയ ഫീച്ചറുകൾ പ്രതീക്ഷിക്കുന്നത്. ഇത്തരം ഫീച്ചറുകൾ സൗജന്യമായിരിക്കും. എന്നാൽ ടെലികോം ഓപ്പറേറ്റർമാർ അധിക ചാർജ് ഈടാക്കാനും സാധ്യതയുണ്ട്. എന്നാൽ സാറ്റലൈറ്റ് വഴി ഫോൺ കോളുകളും വീഡിയോ കോളുകളും വെബ് ബ്രൗസിംഗും സാധ്യമാക്കാൻ തൽക്കാലം ആപ്പിൾ ഉദ്ദേശിക്കുന്നില്ലെന്നാണ് സൂചന. സ്വന്തമായി സാറ്റലൈറ്റ് കണക്ടിവിറ്റി സേവനം ആരംഭിക്കുന്ന കാര്യം ആപ്പിൾ ഉദ്യോഗസ്ഥർ ചർച്ച ചെയ്ത് വേണ്ടെന്ന് വെക്കുകയായിരുന്നു. അത്തരത്തിലൊരു സേവനത്തിലേക്ക് വന്നാൽ ആപ്പിൾ ഒരു ടെലികോം സേവനദാതാവായി തീരുമെന്നതിനാലാണ് പുതിയ തീരുമാനം. പല രാജ്യങ്ങളിലും ടെലികോം സേവനദാതാക്കളാണ് ഐഫോണുകൾ തങ്ങളുടെ വിവിധ പ്ലാനുകൾക്കൊപ്പം വിൽക്കുന്നത്. തങ്ങൾക്ക് ആപ്പിൾ ഒരു ഭീഷണിയായേക്കുമോ എന്ന തോന്നൽ വന്നാൽ അത് ആപ്പിളിന്റെ വിൽപ്പനയെ പ്രതികൂലമായി ബാധിക്കാനും സാധ്യതയുണ്ട്. അജ്ഞാതരായവർ വിളിക്കുമ്പോൾ അവരുടെ പേര് ഇനി നിങ്ങളുടെ മൊബൈൽ ഫോണിൽ വ്യക്തമായി ദൃശ്യമാകും. വിളിക്കുന്നവരുടെ പേര് പ്രദർശിപ്പിക്കുന്ന സേവനത്തിന്റെ പരീക്ഷണത്തിന് രാജ്യത്തെ പ്രമുഖ ടെലികോം കമ്പനികൾ തുടക്കം കുറിച്ചു. കോളിംഗ് നെയിം പ്രസന്റേഷൻ എന്നാണ് ഈ സേവനത്തിന്റെ പേര്. നിലവിൽ ഹരിയാനയിലും ഹിമാചൽ പ്രദേശിലുമാണ് പദ്ധതി പരീക്ഷണം തുടങ്ങിയത്. അടുത്ത വർഷം മാർച്ചോടുകൂടി മറ്റു സംസ്ഥാനങ്ങളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കും. അജ്ഞാത നമ്പറുകൾ തിരിച്ചറിയാൻ ട്രൂ കോളർ അടക്കമുള്ള ആപ്പുകളാണ് പലരും ആശ്രയിച്ചിരുന്നത്. ഇനി അത്തരം ആപ്പുകൾ മൊബൈൽ ഫോണിൽ നിന്ന് ഒഴിവാക്കാമെന്നതാണ് വലിയ ആശ്വാസം. നിലവിൽ ഈ സർക്കിളിൽ നിന്ന് മൊബൈൽ ഫോൺ കണക്ഷൻ എടുത്തവരുടെ പേര് മാത്രമാണ് പ്രദർശിപ്പിക്കുക. ഉദാഹരണത്തിന് ഹരിയാനയിൽ നിന്നോ ഹിമാചൽ പ്രദേശിൽ നിന്നോ മൊബൈൽ ഫോൺ കണക്ഷൻ എടുത്ത ഉപഭോക്താവ് രാജ്യത്ത് എവിടെയെങ്കിലുമുള്ള മറ്റൊരാളെ വിളിച്ചാൽ പേര് ഫോണിൽ ദൃശ്യമാകും. CNAP സേവനം നടപ്പാക്കുന്നത് തട്ടിപ്പുകാരുടെയും ശല്യക്കാരുടെയും ഫോൺ കോളുകൾ എളുപ്പത്തിൽ തിരിച്ചറിയാനും നിരുത്സാഹപ്പെടുത്താനും സഹായിക്കുമെന്നാണ് ടെലികോം റെഗുലേറ്ററി അതോറിറ്റിയുടെ പ്രതീക്ഷ.